നമസ്കാരം. നമുക്ക് ഇന്നത്തെ വാക്കും വരയുമെന്ന ക്ലാസ്സിലേക്ക് കടക്കാം. ആദ്യത്തെ കുറച്ച് മിനിറ്റുകൾ ജീവനകലയെക്കുറിച്ച്, നമ്മുടെ മനസ്സെങ്ങനെ പാകപ്പെടുത്താമെന്നൊരു ക്ലാസ്സും, അടുത്ത നിമിഷത്തിൽ ചിത്രകലയും തുടങ്ങുന്നു. നിങ്ങൾക്ക് ഏതാണ് വേണ്ടത് അത് എടുക്കാം. രണ്ടും വേണമെങ്കിൽ അതും നിങ്ങൾക്ക് തീരുമാനിക്കാം. അതിനാണ് രണ്ടായി പറയുന്നത്. നമ്മൾ ഇന്ന് പറയുന്നത്, തനിക്ക് ഇനി ഒരു നിമിഷം പോലും ജീവിതത്തിൽ മുൻപോട്ട് പോകാനാവില്ല എന്ന് പറയുന്നവരാണ് പല കാരണങ്ങൾ കൊണ്ടും ഇവിടെ പലരും. എനിക്ക് ഓരോ ദിവസവും കോളുകൾ വരുന്നുണ്ട്. ഞാൻ പുറമേ പഠിച്ച ജീവനകല, സൈക്കോളജിയുടെ ക്ലാസ്സുകൾ, പക്ഷെ അതിലുപരി ഞാൻ അനുഭവിച്ചതും കടന്നുപോയതും എന്നെ ഞാനാക്കിയതുമായ ജീവിത അനുഭവങ്ങൾ ചേർത്തിണക്കി, കോർത്തിണക്കി ഒരു നല്ല ജീവിത പാഠത്തിൻ്റെ മാലയാക്കിയാണ് ഞാൻ കഴുത്തിലണിഞ്ഞത്. അതാണ് ഇന്ന് എന്നെ മുന്നോട്ട് നയിക്കുന്നത്. ഒന്നുമല്ലെങ്കിലും ഇന്ന് ഇവിടെ ഇങ്ങനെ ഇരുന്ന് സ്വസ്ഥമായിട്ട് ഈ ജീവിതത്തിനെ ഒട്ടലില്ലാതെ നോക്കിക്കാണാൻ പറ്റും. അത് നമ്മൾ പറയാറുണ്ട്, നമ്മളെ വിളിക്കുന്ന പലരോടും. എൻ്റെ ജീവിതത്തിൻ്റെ ഇന്നത്തെ നിലനിൽപ്പ് അങ്ങനെ കേൾക്കുന്ന, എന്നെ അനുഗ്രഹിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരുടെ പ്രാർത്ഥനയാണ്. അതുകൊണ്ട് പറയുന്നു, നോക്കൂ, നമുക്ക് നമ്മുടെ ജീവിതത്തിന് ഒട്ടലില്ലാതെ ആസ്വദിക്കാനാവണം. പലപ്പോഴും നമ്മളെല്ലാം പറയുന്നൊരു കാര്യം, നമ്മുടെ ജീവിതം ഇങ്ങനെ ആയിപ്പോയതിന് ചിലർ മാതാപിതാക്കളെക്കുറിച്ച് പറയും, ഭർത്താവിനെക്കുറിച്ച്, ഭാര്യയെക്കുറിച്ച്, മക്കളെക്കുറിച്ചൊക്കെ നമ്മൾ പറയാം. ഒന്ന് ചിന്തിച്ചാൽ ഇതൊക്കെ പുറമേ അല്ലേ? ഉള്ളിൽ എന്നെ അറിയുന്ന, എന്നെ ഞാനാക്കുന്ന ഒരു ഞാനുണ്ടല്ലേ, എൻ്റെ വ്യക്തിത്വം. ഞാൻ എങ്ങനെയാവണമെന്ന് ശക്തമായിട്ട്, വെറുതെ അല്ല, അകമറിഞ്ഞ് അടിത്തറയോടുകൂടി ഞാൻ ചിന്തിക്കുകയാണ്. ഞാൻ എങ്ങനെയാകണം, ഞാൻ എന്ത് ചെയ്യണം, എങ്ങനെയാണ് അസർട്ടീവ്നെസ് പ്രാക്ടീസ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് പറയേണ്ടത്, പറയേണ്ടടുത്ത് പറയുകയും, പ്രവർത്തിക്കേണ്ടടുത്ത് പ്രവർത്തിക്കുകയും ചെയ്ത് കൊണ്ട് ഞാൻ എങ്ങനെ നിലനിന്നാൽ എനിക്ക് നന്നായിട്ട് ഇവിടെ ജീവിക്കാനാകുമെന്ന് നമ്മെ തിരിച്ചറിയുന്നിടത്ത് നമ്മുടെ ജീവിതം മനോഹരമായിട്ട് തുടങ്ങുകയായി. നമ്മളെ ഒരു പ്രതിസന്ധിക്കും തകർക്കാനാവില്ല, തളർത്താനുമാവില്ല. കാരണം നമ്മളെ തിരിച്ചറിയണം. നമുക്ക് മറ്റുള്ളവരിൽ ആരോപിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അവർ നമ്മളെ ഉയർത്തിയില്ല, അവർ കാരണം തളർന്നു പോയി. അപ്പോൾ അവർക്കാണോ നമ്മുടെ ഉള്ളിൽ, നമ്മുടെ മുകളിൽ കൂടുതൽ അധീശത്വം ഉള്ളത്? അപ്പോൾ നമ്മൾ അവിടെ തളർന്നു പോയി, അല്ലെങ്കിൽ നമ്മൾ ഇല്ലാതായെന്നല്ലേ പറയുന്നത്? നമ്മുടെ അനുവാദമില്ലാതെ ഒരാൾ നമ്മുടെ വീടിനുള്ളിൽ കയറാൻ നമ്മൾ സമ്മതിക്കുമോ? ഇല്ല. എന്ന് പറയുന്നത് പോലെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് മാറ്റം വരുത്തണമെങ്കിൽ നമുക്ക് വേണ്ട തീരുമാനങ്ങൾ എടുക്കുകയും നിലനിൽക്കുകയും വേണം. ഇനി നിങ്ങൾക്കത് സാധിക്കുന്നില്ല, ഏതെങ്കിലും കടമയോ കടപ്പാടുകളോ ഒക്കെ പറയാം, നമുക്ക് ബാഹ്യമായിട്ട് ഒരുപാട് കാര്യങ്ങൾ, അതേറ്റ് തളർന്നിരിക്കുകയാണ്. അവിടെ നിന്ന് എങ്ങനെ തുടങ്ങണമെങ്കിൽ ഞാൻ എൻ്റെ ജീവിതാനുഭവങ്ങൾ പറഞ്ഞു തരാം. അത് വിജയിച്ചൊരു കാര്യമാണ്. എൻ്റെ ഈ നിമിഷമേ നമ്മുടെ കയ്യിലുള്ളൂ. അപ്പോൾ ആ അനുഭവങ്ങൾ ഞാൻ പറഞ്ഞുതരാം, എങ്ങനെ ജീവിക്കണമെന്ന് പറയാം. അത് എൻ്റെ ജീവിതമായിട്ട് ചേർത്ത് ഇത് നിങ്ങൾക്ക് തീരുമാനിക്കാം. എവിടെയെങ്കിലും ഒരു കൈത്തെറ്റ് പോലെ, അല്ലെങ്കിൽ പറയാൻ പറ്റുന്നില്ല, തീരുമാനമെടുക്കാൻ പറ്റുന്നില്ല, ഒരു സഹോദരനെ പോലെ, ഒരു കുടുംബാംഗമായിട്ട് ഞാനിവിടെ ഉണ്ട്. ഒരുപാട് പേര് വിളിക്കുന്നുണ്ട്. എൻ്റെ ജോലി തിരക്കിൽ ഞാൻ കണ്ടെത്തിയിരിക്കുന്ന ഏറ്റവും നല്ലത് ഈ തിരക്കിനിടയിലും കേൾക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഒന്ന് പെയ്തൊഴിയാൻ കാത്തിരിക്കുന്ന മനസ്സുകൾക്കൊരു തീരമാണ് ഞാൻ, തീർച്ചയായിട്ടും. കാരണം ഈ ജീവിതത്തിൻ്റെ ബാക്കി എങ്ങനെ അങ്ങോട്ട് കൊണ്ടുപോകണം? കാരണം എനിക്കിപ്പോൾ കൂടുതൽ ഏകാന്ത നിമിഷങ്ങളാണ് പ്രപഞ്ചം തന്നിരിക്കുന്നത്. ഒറ്റയ്ക്കാണ് കൂടുതലും വീട്ടിൽ. അപ്പോൾ ഈ നിമിഷങ്ങളെ എങ്ങനെ പരുവപ്പെടുത്തിയെടുക്കണം? ഒറ്റയ്ക്കിരിക്കണം, ഒരുപാട് പേരുടെ കൂടെ മനസ്സുകൊണ്ട്, ഹൃദയം കൊണ്ട് സഞ്ചരിക്കണമെന്ന് ഞാൻ തീരുമാനിച്ചതിൻ്റെ പരിണിത ഫലമാണ് എൻ്റെ ചിത്രകലാ ക്ലാസ്സിനൊപ്പം ഉള്ള വാക്ക്. അതുകൊണ്ട് ഞാനും കൂടെയുണ്ട്. നമുക്ക് ഒന്നിച്ച് മുന്നേറാം. വിളിക്കുക. അതുപോലെ നമുക്ക് ഏപ്രിൽ 1 നമ്മുടെ ചിത്രകലാ ക്ലാസ് 2 മാസത്തേക്കുള്ള തുടങ്ങിയാണ്. ഏറ്റവും കുറഞ്ഞൊരു റേറ്റിലാണ്, കാരണം ലൈവാണ്. എല്ലാ ക്ലാസ്സിലും ഞാൻ ഇരുന്നിട്ടാണ് വരപ്പിക്കുന്നത്. തുടർന്നുള്ള എൻ്റെ ചിത്രകലാ ക്ലാസ്സുകളെല്ലാം തന്നെ ഞാൻ നേരിട്ട് ഇരുന്ന് വരപ്പിക്കുകയാണ്. അതായത് വെളുപ്പിനെ തൊട്ട് രാത്രി 12-1 മണി വരെ ഞാൻ ഉറക്കം നിന്ന്, അല്ലെങ്കിൽ ഏറ്റവും ഡെഡിക്കേറ്റഡ് ആയിട്ടാണ് ഞാൻ ചിത്രകല പഠിപ്പിക്കുന്നത്, റെഗുലർ ക്ലാസ്സുകളൊക്കെ തന്നെ. അപ്പോൾ റെക്കോർഡിംഗ് ഒന്നും ഇവിടെ ഇല്ല. അപ്പം എല്ലാം ചോദിക്കും, റെക്കോർഡിംഗ് ഉണ്ടോ? ഇല്ല, ഞാൻ നേരിട്ടിരുന്ന് വരപ്പിക്കുകയാണ്. ഞാനും എൻ്റെ ഒരു സ്റ്റാഫും ഉണ്ട്, ഒരു ടീച്ചറുണ്ട്. പക്ഷെ ഞാനാണ് വരപ്പിക്കുന്നത്. ഇനി നിങ്ങൾക്ക് ആർക്കെങ്കിലും വെക്കേഷൻ ക്ലാസ്സിൽ ആണ് ഇപ്പോൾ കയറേണ്ടതെങ്കിൽ
തീർച്ചയായിട്ടും ഇനിയും സമയമുണ്ട്. നമ്മൾ നമ്പർ കൊടുത്തിട്ടുണ്ട്, വിളിക്കാം. അതുപോലെ നിങ്ങളുടെ അറിവിൽ ഏതെങ്കിലും ശാരീരികമായിട്ട് ഡിസബിലിറ്റി അല്ലെങ്കിൽ അംഗപരിമിതിയുള്ളവർക്ക്, ജോലിക്ക് പോകാൻ പറ്റാത്തവർക്ക്, ചിത്രകല പഠിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും ഇത്തരം കാര്യങ്ങളാൽ അത് അനുവദനീയമല്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ കോണ്ടാക്ട് ചെയ്യാം. അതിലൊരു കുഴപ്പമില്ല. നിങ്ങൾ നമ്മുടെ നമ്പർ കൊടുക്കാം. അപ്പോൾ ചിത്രകലയിലേക്ക് കടക്കുകയാണ്. നിങ്ങൾക്ക് ഏറ്റവും പെട്ടെന്ന് വരയ്ക്കാൻ പറ്റുന്ന ചെറിയ ചെറിയ ടെക്നിക്സാണ് ഇപ്പോഴുള്ളത്. വലിയ ക്ലാസ്സൊക്കെ കുറച്ച് മുമ്പുണ്ട്, നിങ്ങൾ നോക്കണം. അനാട്ടമി ഉണ്ട്, പോർട്രേറ്റ് സ്കെച്ചിങ് ഉണ്ട്, ഒരുപാടുണ്ട്, സീനറിയൊക്കെ ഉണ്ട് കേട്ടോ. അത് നോക്കുക. ഇനിയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ മറ്റ് പ്രൊസീജിയേഴ്സൊക്കെ പറയാറുണ്ട്, എനിക്ക് അത്ര കൊണ്ട് അറിയില്ല. ബെല്ലൈക്കണൊക്കെ അങ്ങനെയൊക്കെ ചെയ്തിട്ട് നിന്നാൽ നമുക്ക് നോട്ടിഫിക്കേഷനൊക്കെ വരുമല്ലോ, അത് ചെയ്യുക. കാരണം ചിത്രകല നമുക്ക് ഈ ക്ലാസ്സിൽ കയറാതെ പോലും പഠിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഞാൻ വരയ്ക്കുന്നത്. എന്തായാലും നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. എന്നെ കേൾക്കുന്ന എല്ലാവർക്കും ഒരുപാട് ഇഷ്ടം. നമുക്ക് ക്ലാസ് തുടങ്ങാം. താങ്ക് യു. നമ്മൾ ഇന്ന് ഒരു താമരപ്പൂവാണ് വരയ്ക്കുന്നത്. ഇതും ഏറ്റവും ലളിതമായിട്ട് നിങ്ങൾക്ക് ഓരോന്ന് വരയ്ക്കാൻ എങ്ങനെ സാധിക്കുമെന്ന് ഈ ചിത്രം കാണുമ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലാവുന്നതെന്ന് ഞാൻ കരുതുന്നു. ഒരുപക്ഷെ നിങ്ങൾ വേറെ മറ്റ് പല രീതികളിലൂടെ ചിത്രം വരച്ചിട്ടുണ്ടാകും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഞാൻ ഇങ്ങനെയാണ് കരുതുന്നത്. കാരണം ഇത് നിങ്ങൾക്ക് ഇന്ന് ഞാൻ ഈ വരയ്ക്കുന്ന രീതി കാണുമ്പോൾ ഓഹോ ഇങ്ങനെ വരയ്ക്കാമല്ലോ ലളിതമായിട്ട് എന്ന് മനസ്സിലാവും. നോക്കൂ, ഞാൻ ഈ താമര ഒരു സർക്കിളായിട്ട് വരച്ചു, കണ്ടോ, ഇത്രയും ഭാഗം. ഇനി ഇവിടേക്ക് ഇതളുകൾ നോക്കൂ, ഈ പകുതിക്ക് വരുന്ന രീതിയിൽ വരച്ചു. ഇതിൻ്റെ ഈ ഏകദേശം ഇത്രയും ഭാഗം കൊണ്ട് ഒരു നടുക്കത്തെ ഭാഗം. ഞാൻ പറയും ബ്ലോക്കിംഗ് മെത്തേഡ് എന്ന് പറയുന്നത്, കണ്ടോ. എന്നിട്ട് ഇവിടെ നിന്ന് നോക്കൂ, എവിടെ വരെ വന്നു, ദേ കണ്ടോ, ഇതിങ്ങനെ നിൽക്കുകയാണ്. ഇത് നമുക്ക് ഇവിടെയുമുണ്ടൊരു ഇത്, കണ്ടോ, ഈ ഭാഗം ഇവിടെയും നമുക്കിത് വന്നിട്ടുണ്ട്. ഇത് പോട്ടെ, ആ വര വരയ്ക്കേണ്ടത് നമുക്ക് അത്ര നിൽക്കട്ടെ. തണ്ട് വരയ്ക്കാം താഴേക്ക്. ഈ ചിത്രം നോക്കി വരയ്ക്കുമ്പോൾ അതുപോലെ തന്നെ വളവും തിരിവൊക്കെ വരയ്ക്കണം നിർബന്ധമില്ല. എന്നാൽ ഒരു താമരപ്പൂവെന്ന് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാകണം. നിങ്ങളുടേതായ ചില ഇഷ്ടങ്ങൾ അത് ചേർക്കുകയും ചെയ്യുക അതിനകത്ത്. അങ്ങനെയാണ് ചിത്രം വരയ്ക്കേണ്ടത്. ചിത്രകലയുടെ ഏറ്റവും ലളിതമായ മാർഗങ്ങളാണല്ലോ നമ്മൾ അവതരിപ്പിക്കുന്നത്. നോക്കൂ, എത്രയോ മെസ്സേജുകൾ വരുന്നു സന്തോഷപൂർവ്വം വരച്ചുകൊണ്ട്. ഞാൻ എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ സൗഭാഗ്യത്തെയും കാണുന്നത് ഇങ്ങനെ ഒന്നിച്ചിരുന്ന് ആഘോഷിക്കുമ്പോഴാണ് അതിൻ്റെ മനോഹാരിതയൊക്കെ അറിയുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഏറ്റവും സിമ്പിളായിട്ട് ഈ ചിത്രകലയുമായിട്ട് വരുന്നത്. ഈ ഇല കണ്ടത് ഇത്രയും ഭാഗത്തുനിന്ന് ചേർന്ന് പോകുന്ന ഇത് പ്രസക്തമല്ല, ഞാനിവിടെ അടയാളപ്പെടുത്തിയത് മാത്രമേ ഉള്ളൂ. നമ്മൾ പ്രധാനമായിട്ട് നിങ്ങളെ പഠിപ്പിക്കുന്നത് ഈ ഭാഗമാണ്. ഓക്കെ, ആദ്യം നമ്മൾ ഈ പറഞ്ഞതുവരെ ബ്ലോക്ക് ചെയ്തു അല്ലേ. ഇനി നോക്കാതെ ഇവിടെ നിന്ന് ഈ ഭാഗം കണ്ടോ, മറ്റൊരു പെൻസിലൂടെ തൊട്ട് കാണിക്കുന്നത് ഈ ഭാഗം കണ്ടത് ഇവിടെ നമ്മൾ വെച്ചിട്ട് പതുക്കെ വരച്ച് ഇങ്ങോട്ട് കൊണ്ടുവരണം. നോക്കാം, ഞാൻ എത്രയോ പ്രാവശ്യം പെൻസിൽ ഓടിച്ചാണ് വരയ്ക്കുന്നത്. ഇറേസർ എടുത്തിട്ടില്ലെങ്കിൽ കൂടിയും നമുക്ക് ഇറേസ് ചെയ്യാതെ തന്നെ ആദ്യം വരച്ച് കാണിക്കാം. നമ്മൾ കൈ തെളിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇറേസറിൻ്റെ ആവശ്യമില്ല. അതുവരെ ഇറേസ് ചെയ്ത് വരയ്ക്കുന്നതുകൊണ്ട് യാതൊരു കുഴപ്പവുമില്ല. നമുക്ക് ഫൈനൽ റിസൾട്ടാണ് വേണ്ടത്. അതിനു മുമ്പ് എത്ര പ്രാവശ്യം ഇറേസ് ചെയ്തു എന്നുള്ളത് ഒരു പ്രശ്നമല്ല കേട്ടോ. അപ്പോൾ അതൊന്നും വിഷമിക്കണ്ട. നമ്മുടെ കൈ അതിനുവേണ്ടി പാകമാകുന്നത് വരെ നമുക്ക് പല മാർക്കുകൾ ഉപയോഗിക്കാം. കണ്ടോ, ഇത് ഇവിടുന്ന് വരച്ചത് കണ്ടല്ലോ, അതെ ഇങ്ങനെ വന്നിട്ട് വയ്ക്കണ്ട. നമ്മൾ ആദ്യം തന്നെ ചിത്രകലയുടെ തുടക്കത്തിൽ ഒരു വാക്ക് വെക്കുന്നത് ഇത് വരയ്ക്കാനായി നിങ്ങളിരിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സ് ഇതിനു വേണ്ടി ഒന്ന് ശാന്തമായിട്ട് നിൽക്കണം എന്ന് കരുതിയിട്ടാണ്. അശാന്തമായ മനസ്സിലൂടെ നമുക്കൊന്നും കയറില്ല. എത്ര സിമ്പിളായിട്ട് പഠിപ്പിച്ചാലും നമുക്ക് ശ്രദ്ധയില്ലാതെ വന്നാൽ നമുക്കതിനൊന്നും സാധിക്കുകയില്ല. ശ്രദ്ധയില്ലാത്തതിന് നമ്മളിന്ന് കേൾക്കുന്നതും കാണുന്നതും ഒരുപക്ഷെ നമ്മൾ അനുഭവിക്കുന്നു എന്ന് കരുതുന്നതുമായ ഒരുപാട് കാരണങ്ങളുണ്ട്. അതിൽ നിന്ന് നമ്മുടെ മനസ്സിനെ ഒന്ന് മോചിപ്പിച്ചിട്ട് വേണം നമുക്ക് പലതിലേക്ക് കടക്കാൻ. ഓൾറെഡി ഇപ്പോൾ കളകളൊക്കെ കിളിർത്ത് നിൽക്കുന്ന അഴുക്കും ഒരുപാട് മാലിന്യങ്ങളുള്ളടുത്ത് നമുക്ക് വിത്ത് വിതറാൻ പറ്റില്ല അല്ലേ. ആ മാലിന്യങ്ങളൊക്കെ നമ്മൾ മാറ്റണം.
അതിന് നമ്മൾ തന്നെ തീരുമാനിക്കണം. അങ്ങനെ മനസ്സിൽ അടിഞ്ഞുകൂടുന്ന വിഷമതകളാകുന്ന മാലിന്യങ്ങളെ നമുക്ക് ആദ്യം അവിടുന്ന് നീക്കം ചെയ്തിട്ട് വേണം ഈ ചിത്രകലയിലേക്ക് കടക്കാൻ. ഇനി ഈ താമര എന്ന് വരച്ചതിൻ്റെ പിന്നിൽ ഞാൻ മുൻപ് ചില ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുണ്ട്. ഒരു കാര്യം കൂടെയുണ്ട്. ഈ താമര നമ്മുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെടുത്തി പറയാവുന്ന ഒന്നാണ്. എന്താണ് ആ കാര്യം എന്ന് ശ്രദ്ധിക്കുക. ഈ താമരയുടെ വേരുകൾ എവിടെയാണ് നിൽക്കുന്നത്? ചെളിയിലാണ്, അഥവാ ചേറിലാണ് അല്ലേ? പുഴയുടെ അടിയിൽ അല്ലെ കുളത്തിൻ്റെ ഏറ്റവും അടിത്തൊട്ടിൽ നല്ല നല്ല ചെളിയിൽ ആണ് താമര നിൽക്കുന്നത്, വേരുകൾ. പക്ഷെ ജലോപരിതലത്തിലെത്തി സൂര്യനെ ദർശിക്കുന്ന താമരപ്പൂവ് പൂജാപുഷ്പം കൂടെയാണ്. നോക്കൂ, താമരയുടെ വേര് ചേറിലാണ്. നമ്മൾ പലപ്പോഴും നമ്മുടെ ജീവിതമായിട്ട് ബന്ധപ്പെടുത്തി പറയാറില്ലേ, അതുകൊണ്ടാണ് എനിക്ക് ജീവിതത്തിൽ ഉയരാൻ പറ്റാതെ പോയത്, ഇവർ കാരണമാണ്, അവർ പരിഗണിക്കാതിരുന്നത് കൊണ്ടാണ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഈ താമരയെ ഒരു മോഡലാക്കി നോക്കൂ. താമര പറയുകയാണ്, എനിക്കിനി വിരിയാനേ പറ്റില്ല, എനിക്ക് പൂക്കാനേ പറ്റില്ല, കാരണം എൻ്റെ നിലനിൽപ്പ് ചേറിലാണ്, ഈ ചേറ് കാരണം എനിക്ക് ഒന്നും പറ്റുന്നില്ല എന്ന് താമര പറയുമോ? ഇല്ല. അതുകൊണ്ടാണ് താമരയെ നിസ്സംഗതയുടെ അഥവാ ഡിറ്റാച്ച്മെൻറ്റിൻ്റെ പുഷ്പമായിട്ട് കാണുന്നത്. അതുകൊണ്ടാണ് പല ദേവന്മാരും താമരയിലിരിക്കുന്നത്. ഉദാഹരണത്തിന് ബ്രഹ്മസങ്കല്പത്തിൽ ഒന്ന് പറയാവുന്ന ഒരുപാട് മാർഗങ്ങൾ പറയുമ്പോൾ അതിൽ പ്രധാനപ്പെട്ട ഒന്ന് പറയുന്നത് ബ്രഹ്മാവ് എന്ന് പറയുന്ന സൃഷ്ടികർത്താവ്. നമുക്ക് വേണമെങ്കിൽ മിത്തെന്നോ കഥയെന്നോ ഒക്കെ പറയാം, അതിലല്ല ഞാൻ പറയുന്നത്, ഒക്കെ ഇഷ്ടമാണ്. പക്ഷേ ആ തത്വത്തെയാണ് നമ്മൾ പറയുന്നത്. സകല സൃഷ്ടികളും ബ്രഹ്മത്തിലൂടെയാണ്. ബ്രഹ്മം എന്നാൽ അറിവെന്നാണ്. ഈ അറിവിലൂടെയാണ് സകല സൃഷ്ടികളെ. സൃഷ്ടിക്കൊരു അറിവുണ്ടാവണം, ഒരു ജ്ഞാനം. പക്ഷേ സകല സൃഷ്ടികൾ നടക്കുമ്പോൾ ആ സൃഷ്ടികളോട് ബ്രഹ്മാവിന് ഓവറായിട്ടുള്ളൊരു അറ്റാച്ച്മെൻറ്റ് ഉണ്ടാവാൻ പാടില്ല. ആ അറ്റാച്ച്മെൻറ്റാണ് ദുഃഖങ്ങൾ ഉണ്ടാക്കുന്നതല്ലേ. അതിൻ്റെ നാശവും വൃദ്ധിയും ഒക്കെ നമ്മളെ ചഞ്ചലപ്പെടുത്തിക്കൊണ്ടിരിക്കും. ഞാൻ പറഞ്ഞത് വ്യക്തമായെന്ന് കരുതുന്നു. അപ്പോൾ എല്ലാ സൃഷ്ടികളോട്ട് നടക്കുന്നുണ്ട്. ആ സൃഷ്ടികളോടൊക്കെ അമിതമായ അറ്റാച്ച്മെൻറ്റ് ഉണ്ടായാൽ, നമുക്ക് ഏതെങ്കിലും ഒന്നിനോട് അമിതമായ ഒരു അറ്റാച്ച്മെൻറ്റ് ഉണ്ടായാൽ നമ്മൾ അവിടെ നിൽക്കും അതിനെ ഓർത്തല്ലേ. നമുക്ക് പ്രിയപ്പെട്ട ഒന്ന് നഷ്ടപ്പെട്ടാൽ പിന്നെ നമുക്ക് അടുത്തൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്ന പോലെ ഈ ബ്രഹ്മാവിന് തൻ്റെ സൃഷ്ടികൾ ഏതെങ്കിലും ഒന്നിനോട് കൂടുതൽ അറ്റാച്ച്മെൻറ്റ് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹം എല്ലാം മറക്കും. അല്ലെങ്കിൽ അതിൻ്റെ നാശം അത് ക്ഷയിച്ചാൽ സൃഷ്ടി തന്നെ മറക്കും. അതുകൊണ്ട് നമ്മളും ചിന്തിക്കേണ്ടത്, ഈ ലോകത്ത് നിത്യമല്ലാത്തതാണ് നമുക്ക് ചുറ്റുമുള്ളത്. നമ്മുടെ ഈ രൂപം പോലും നിത്യമല്ല. ഇന്നലെ പറഞ്ഞ രീതിയിലാവില്ല എനിക്കിന്ന് പറയാനായത്. ഒരുപക്ഷെ എൻ്റെ സ്വനപേടകത്തിൽ മാറ്റം ഉണ്ടായിട്ടുണ്ട്, എൻ്റെ ശരീരഭാവങ്ങളിലൊക്കെ മാറ്റമുണ്ടായിട്ടുണ്ട്. അങ്ങനെ മാറി മാറി വരികയാണ് ചെറിയ മാറ്റങ്ങളോടുകൂടി. ഞാനിരിക്കുന്ന പ്രകൃതിയിലും മാറ്റമുണ്ടായിട്ടുണ്ട് എന്ന് പറയുമ്പോൾ സകലതും മാറിക്കൊണ്ടേയിരിക്കണം ഓരോ നിമിഷവും. ഈ മാറ്റങ്ങളിൽ നിന്നുകൊണ്ടാണ് നമ്മൾ നിത്യമെന്ന് പലതിനെയും കരുതുന്നത്. നമ്മുടെ ദുഃഖവും നിത്യമല്ല, ആണോ? അല്ല. നമ്മളെ ഒരുപാട് കരയിച്ച സംഭവങ്ങളൊക്കെ ഇപ്പോൾ കഥയായിട്ട് നമുക്ക് പറയാൻ പറ്റില്ലേ. ഞാനൊക്കെ മക്കളെ കെട്ടിപ്പിടിച്ച് ആർത്തലച്ച് കരഞ്ഞതാണ് എൻ്റെ ഭാര്യ പോയപ്പോഴാണ്. ഇനി എനിക്ക് ജീവിക്കേണ്ട എന്ന് കരുതി, നിലനിൽക്കാനേ ആവില്ല എന്ന് കരുതിയതാണ് ഞാൻ. അവിടെ നിന്ന് ഞാനിങ്ങനെ പുതിയ പുതിയ കാര്യങ്ങളിലേക്ക്, കാരണം ഒന്നും സ്ഥിരമല്ല. ഈ കരയുന്ന ഞാനും ചിന്തിച്ച ഞാനും ശപിച്ചു പോയ ഞാനും ഒക്കെ ഇപ്പോൾ ഒരുപാട് മാറ്റങ്ങൾക്ക് വിധേയമായിട്ട് ഇവിടെ നിൽക്കുന്നുണ്ട്. ഈ നിമിഷങ്ങളെ നമുക്ക് സ്വന്തമുള്ളൂ, നമ്മളും കടന്നു പോകും. അങ്ങനെ അനിത്യമായതൊക്കെ നിത്യമെന്ന് കരുതാതെ ഇരിക്കുക, അഥവാ അറിഞ്ഞാൽ തന്നെ ഇങ്ങനൊരു ബോധം ഉള്ളിലുണ്ടെങ്കിൽ നമ്മളെ വല്ലാതെ ഒന്നും ഉലയ്ക്കത്തില്ല. വിഷമിപ്പിക്കത്തില്ല എന്ന് പറയാൻ പറ്റില്ല, കാരണം വിഷമിക്കണം, അതും വേണം. പക്ഷേ അതിലൊക്കെ നമ്മൾ തീവ്രമായിട്ട് നിലനിൽക്കരുത് കേട്ടോ. അതാണ് ഞാൻ പറഞ്ഞത്. നമുക്ക് പറഞ്ഞ് എത്ര സിമ്പിളായിട്ട് നമ്മുടെ താമര വരച്ചല്ലേ. അപ്പോൾ ഇനി വേറൊരു കാര്യം പറഞ്ഞാൽ, നമ്മുടെ ഈ വരുന്ന ഫെബ്രുവരി മാർച്ച് അല്ലേ, ഏപ്രിൽ 1 മുതൽ നമ്മുടെ വെക്കേഷൻ ക്ലാസ് അഡ്മിഷൻ വന്നുകൊണ്ടിരിക്കുകയാണ്. ലൈവ് ക്ലാസ്സുകളാണ്. ഞാൻ ഒരു കാര്യം കൂടെ പറയാം. ശാരീരിക വൈകല്യം അല്ലെങ്കിൽ ഡിസബിലിറ്റി ഉള്ള ആർക്കും നമ്മുടെ ക്ലാസ്സിൽ സൗജന്യമായിട്ട് ഈ ക്ലാസ്സിൽ ചേരാം കേട്ടോ. നമ്മൾ അങ്ങനെ ചെയ്യുന്നുണ്ട്. സാമ്പത്തികമായിട്ട് ഒട്ടും പറ്റുന്നില്ല, ജീവിക്കാൻ തന്നെ ബുദ്ധിമുട്ടാണ്, ആഗ്രഹം മനസ്സിൽ ബാക്കിയാണ്, അങ്ങനെയുള്ള ഇടത്തും ഞാൻ എൻ്റെ ഈ ചിത്രകലയുടെ വാതിലുകൾ അടയ്ക്കുന്നില്ല, വരാം. എൻ്റെ വരുമാന മാർഗവും ജീവിതവും ഒക്കെ ചിത്രകല തന്നെയാണ്. നിങ്ങൾ തരുന്ന ഫീസ്, എൻ്റെ കുട്ടികൾ തരുന്ന ഫീസ് തന്നെയാണ് എന്നിൽ നിലനിൽപ്പുള്ളത്. എനിക്കൊരു സ്റ്റാഫുണ്ട്,
ആ കുട്ടിക്കും കുറച്ച് ശാരീരിക പ്രശ്നമുള്ളതാണ്. പക്ഷേ ആ കുട്ടി മനോഹരമായിട്ട് വരയ്ക്കുന്ന നമ്മുടെ കൂടെ നിൽക്കുന്ന നമ്മുടെ കോർഡിനേറ്ററായിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ അവരുടെയൊക്കെ മാനസിക സംഘർഷവും വ്യഥയൊക്കെ നമുക്കറിയാം. അതിൽ നിന്നാണ് പറയുന്നത്. അങ്ങനെയുള്ള പ്രിയപ്പെട്ട എല്ലാ സഹോദരങ്ങൾക്കും ഇവിടേക്ക് വരാം. നമ്മൾ അവരോടൊന്നും ഒരു ഫീസും തരേണ്ടതില്ല. മറ്റുള്ളവർക്ക് നമ്മൾ ലൈവ് ക്ലാസ്സിനാണ് ഒരു ഫീസ് വെച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ റെഗുലർ ക്ലാസ്സുകൾ നടത്തുന്നുണ്ട്. അവിടെ നമ്മൾ ഫീസ് പറയാറുണ്ട്. മറ്റ് പലയിടങ്ങളിലും ഞാൻ കേട്ടിട്ടുള്ളതിനേക്കാൾ വളരെ ചെറിയ ഫീസാണ് ഞാൻ അവിടെയും വാങ്ങുന്നത്. പറഞ്ഞു, നമ്മുടെ നിലനിൽപ്പ് പ്രധാനമാണ്, ജീവിക്കണമെങ്കിൽ വരുമാനം വേണം. എന്നാൽ അതിൽ നിന്ന് എനിക്ക് ചെയ്യാവുന്ന ചില കാര്യങ്ങൾ ഈ ജന്മത്തിൽ നമ്മൾ ചെയ്യുന്നു എന്നല്ല. കാരണം നമ്മൾ ഈ പ്രപഞ്ചത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന അറിവുകളാണ് നമ്മൾ ഇവിടെ ചെയ്യുന്നത്. അതിന് നമ്മൾ നിലനിൽപ്പിൽ കവിഞ്ഞൊരു ഫീസോ അല്ലെ ബുദ്ധിമുട്ടിക്കാനോ പാടില്ല എന്ന് കരുതുന്ന ഒരാളാണ്. ജീവിതത്തിൽ നമുക്ക് ഈ ശുദ്ധി ഉണ്ടാവണം. അങ്ങനെയാണ് നിൽക്കുന്നത്. അപ്പോൾ എൻ്റെ ലൈവ് ക്ലാസ്സുകളിൽ ഞാൻ തന്നെയാണ് പഠിപ്പിക്കുന്നത്. നിങ്ങൾക്ക് ചേർന്ന് പഠിക്കണമെങ്കിൽ, ബേസിക് ഡ്രോയിങ് തൊട്ടുള്ള ക്ലാസ്സുകൾ ചേരണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ വിളിക്കാം. അതല്ല 2 മാസത്തേക്കുള്ള ക്രാഷ് കോഴ്സിൽ ചേരണമെന്നുള്ളവർക്കും നമ്മളെ അറിയിക്കാം. അപ്പോൾ ഞാനിപ്പോൾ സ്കെച്ചിങ് പൂർത്തിയാക്കി. ഇനി ഞാൻ പത്തി ഒന്ന് ഇറേസ് ചെയ്തിട്ട് ഒറ്റ വരയിൽ വരച്ച് ചില ഡിസൈൻസ് കാണിക്കാം കേട്ടോ. നോക്കൂ, ഞാൻ ചെറുതായിട്ടൊന്ന് ഇറേസ് ചെയ്തിട്ടുണ്ട്. ഒരു കാര്യം കൂടെ പറയാം, ഞാൻ നിങ്ങളെ സ്കെച്ച് ചെയ്ത് ബ്ലോക്ക് ചെയ്ത് കാണിക്കുന്നതൊക്കെ ഡാർക്കായിട്ടാണ്. അത് ഈ ക്യാമറയിലൂടെ നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണുവാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ സ്വന്തമായിട്ട് വരയ്ക്കുമ്പോൾ HB അഥവാ 2H തുടങ്ങിയ തെളിച്ചം കുറഞ്ഞ പെൻസിലുകൾ ഉപയോഗിച്ച് മാത്രം വരയ്ക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്കത് ഇറേസ് ചെയ്യേണ്ടി വരില്ല. അതുപോലെ തന്നെ ഇത് ഫൈനൽ ലൈൻ ആയതുകൊണ്ടാണ് ഞാൻ ഡാർക്ക് പേന കൊണ്ട് പെൻസിലോട്ട് വരയ്ക്കുന്നത്. അതും നിങ്ങൾ ശ്രദ്ധിക്കുക. ഒരു കാര്യം കൂടി ഓർപ്പിക്കാം, നമ്മൾ ഈ ചാനൽ തുടങ്ങി തന്നെ വാക്കും വരയുമായിട്ടാണ്. അതിൽ ഒരുപാട് പേർക്ക് ഗുണം ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വര മാത്രം കാണേണ്ടവർക്ക് ഞാൻ പറഞ്ഞു, ആദ്യത്തെ കുറച്ച് നിമിഷങ്ങൾ മുൻപോട്ടിങ്ങനെ സ്ക്രോൾ ചെയ്താൽ അല്ലെങ്കിൽ ഓടിച്ചു വിട്ടാൽ നമുക്ക് വര കാണാം. വാക്ക് കേൾക്കേണ്ടവർക്ക് വാക്കും കേൾക്കാം. ചിലർ എങ്കിലും എന്നോട് വല്ലപ്പോഴും അപൂർവമായിട്ട് പറയാറുണ്ട്, വരച്ചാൽ മാത്രം പോരെ, ഇത് പറയേണ്ടതുണ്ടോ. ചിലർ പറയും വാക്ക് കേട്ടിരുന്നിട്ട് വരയ്ക്കാൻ മറന്നുപോയി. ഈ രണ്ടും ദയവ് ചെയ്ത് അങ്ങനെ നിൽക്കരുത്. ഇനി ഞാൻ പറയുന്നത് കേൾക്കണ്ട എന്നുള്ളവർക്ക് ഞാൻ മുൻപ് പറഞ്ഞതുപോലെ അതിനുള്ള മാർഗം ഇവിടെ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് വേണ്ട എന്ന് കരുതുന്നത് മറ്റുള്ളവർക്ക് ആവശ്യമായതുകൊണ്ട്, അതെനിക്ക് വ്യക്തിപരമായിട്ട് അറിയാവുന്നത് കൊണ്ടും അത് അനിവാര്യമായതുകൊണ്ടും രണ്ടും ഞാനിവിടെ അവതരിപ്പിക്കുന്നു. നമുക്ക് ജീവിതം ഒരു ബുഫേ സൽക്കാരം പോലെയാണ്. നമുക്ക് വേണ്ടതെടുത്ത് കഴിക്കാം, വേണ്ടാത്തത് എടുക്കേണ്ടതില്ല. ഇവിടെ എന്തിനാണ് കൈപ്പയ്ക്ക കറി വെച്ചത് നമുക്ക് ചോദിക്കേണ്ട. നമുക്കുള്ള മധുരം അവിടെയുണ്ട്, അത് കഴിച്ചാൽ മതി. അതുപോലെ ആവണം നമ്മുടെ ജീവിതത്തിൽ. മറ്റുള്ളവരെയൊക്കെ നമ്മളിങ്ങനെ തിരുത്താനൊക്കെ നിൽക്കേണ്ടെന്നേ, അതൊക്കെ ദുഃഖമാണ്. എൻ്റെ കുറവുകളെ കൂടി അറിഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടതെടുക്കുക. അഥവാ എന്നിൽ നിന്ന് കൂടുതലുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് എടുക്കാം. അങ്ങനെ നമ്മളൊക്കെ അപൂർണതകൾ കൂടിയുള്ളവരാണ്. ചിത്രം വരയ്ക്കുന്നതുകൊണ്ട് ഞാൻ പൂർണ്ണനാണോ? അല്ല. ഒരു വാക്ക് പറഞ്ഞുകൊണ്ട് ഞാൻ പൂർണ്ണനാണോ? അല്ല. എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ അപൂർണതകളും, പക്ഷേ അതൊന്നും മറ്റുള്ളവർക്ക് ദ്രോഹമായിട്ട് വരാതെ ജീവിക്കുക എന്നുള്ളതാണ് എൻ്റെ ധർമ്മം. കാരണം ഞാൻ നിങ്ങളുടെ പ്രതീകമാണ്. നമ്മളൊക്കെ ഒന്നു തന്നെയാണല്ലേ. അപ്പം അങ്ങനെ കണ്ടാൽ മതി. പിന്നെ നമ്മുടെ ജീവനകലയെക്കുറിച്ച് പറയുന്നത് 100% നിങ്ങൾക്ക് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാവുന്ന കാര്യമാണ്. ഇതിലൊക്കെ ഞാൻ പറയുന്ന വാക്കിലൊക്കെ എൻ്റെ ജീവിതത്തിൻ്റെ പച്ചയായ അനുഭവങ്ങളും നോവും സന്തോഷവും ഭാഗ്യനിർഭാഗ്യങ്ങളൊക്കെ അടങ്ങിയിട്ടുണ്ട്. അവിടെ നിന്നൊക്കെ തിരിച്ചു വന്ന ഇപ്പോഴൊരു നിസ്സംഗതയോടെ ഈ ഒരു താമരപ്പൂ പോലെ നിലനിൽക്കുന്ന ഒരു വ്യക്തി എന്ന രീതിയിലാണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമായാൽ, ഞാൻ പറയാതെ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ട്, നല്ലതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് വരുന്നുണ്ട്. ഒരുപാട് സന്തോഷം. കാരണം നമുക്കൊക്കെ ഇവിടെ പരസ്പരം അറിഞ്ഞും കണ്ടും കേട്ടും നിങ്ങളെനിക്ക് തരുന്ന ഇടത്താണ് ഞാൻ നിൽക്കുന്നത്. നിങ്ങൾ വലിച്ചിട്ടുന്ന കസേരയിൽ ഇരുന്നിട്ടാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുക കേട്ടോ. അല്ലാതെ സുധീർ കൃഷ്ണൻ എന്ന വ്യക്തി പടുത്തുയർത്തതല്ലൊന്നും. ഒക്കെ നമുക്ക് ചുറ്റുമുള്ളവർ തന്ന സൗഭാഗ്യങ്ങളാണ് നമ്മളാക്കിയത്. ആ ഒരു സ്മരണയോടുകൂടി തന്നെയാണ് ഉണരുന്നതും ഉറങ്ങാൻ പോകുമ്പോഴും ഞാൻ നിങ്ങൾക്കൊക്കെ നന്ദി പറയും. പ്രപഞ്ചത്തിനോട് നമ്മളെ ചേർത്ത് നിർത്തുന്ന ഒരുപാട് പേര് തന്നതിന് നന്ദി, നമ്മളാക്കിയതിന് നന്ദി. അങ്ങനെ ഒരു അഹമെന്ന ഭാവം തൊട്ട് തീണ്ടാതെ വേണം നമുക്ക്
ജീവിക്കാൻ പറഞ്ഞ് താമര ഇത്രയുമായി. ഇനി നമുക്ക് കുറച്ച് നൈസായിട്ടുള്ള പെൻസിൽ കൊണ്ട് ഈ വരകളെ ഈ ഇവിടെ കാണുന്ന മാർക്കുകൾ വരയ്ക്കാം. കണ്ടോ, താമരയുടെ ഇല ഞാൻ വരയ്ക്കണോ? അപ്പോൾ ജസ്റ്റ് വരച്ചേക്കാം അല്ലേ. അപ്പോൾ ഈ താമരപ്പൂ നിങ്ങൾക്ക് വരച്ചത് ഇഷ്ടമായെങ്കിൽ എനിക്ക് അയച്ചു തരണം. നിങ്ങൾ ആർക്ക് വേണമെങ്കിലും എന്നെ വിളിക്കാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ സംസാരിക്കണമെങ്കിൽ, എന്തെങ്കിലുമൊക്കെ പറയാൻ ബാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ, ആരോടും പറയാൻ പറ്റുന്നില്ലെങ്കിൽ എന്നോട് പറയാം, ഞാൻ കേൾക്കാം. നമ്മളിങ്ങനെ കൂട്ടിരിക്കുക എന്നുള്ളതാണ് ഇപ്പം ജീവിതത്തിലൊരു കാര്യം. അതിനാവാം എനിക്ക് ഈശ്വരൻ കുറച്ച് ഏകാന്ത നിമിഷങ്ങളൊക്കെ തന്നതും, അല്ലെങ്കിൽ എന്നെ ഒറ്റയ്ക്കാക്കി എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. അപ്പം അതൊന്നും ഇല്ലാതാക്കാൻ നമുക്കെല്ലാവർക്കും കൂട്ടുകാരായിട്ട് മുന്നോട്ട് പോകാം കേട്ടോ. ഒരു സ്വാർത്ഥതയില്ലാതെ, മറ്റ് ഇൻറ്റൻഷൻ ഒന്നുമില്ലാതെ സ്നേഹത്തോടെ തന്നെ നമുക്ക് നിലനിൽക്കാനാവണം. അപ്പോൾ അതെ, അടുത്ത ഫേബർ കാസിലിൻ്റെ പെൻസിലെടുത്തു. ഇത് ആർട്ടേൻ്റെ 10B ആണ്, ഇത് ഫേബർ കാസിലിൻ്റെ 2B ആണ്. കണ്ടോ. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് വേണമെങ്കിൽ ഇത് കണ്ടത് ഇച്ചിരി അമർത്തി വരച്ചിട്ട് നൈസായിട്ട് വിടുക. കണ്ടോ, ലയിച്ച് പോട്ടെ. കണ്ടോ, ചെറിയ പ്രഷർ കൊടുത്തിട്ട് ഇങ്ങനെ വരയ്ക്കാം. ഈ വര ഇങ്ങനെ തിരിയുന്ന കണ്ടോണേ. ഇങ്ങനെ വരട്ടെ. ഇതിന് പാലാട്ടോ. ഈ വരയോട് ചേർന്ന് പതുക്കെ ഇങ്ങനെ തിരിഞ്ഞു വരാവുള്ളത്. ഇവിടെ വേണം നമുക്ക് തിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വരയ്ക്കാം കേട്ടോ. ഞാൻ ഈ വരച്ചോട് ഇങ്ങനെ തന്നെ വരയ്ക്കണമെന്നില്ല. നിങ്ങൾക്ക് കൈക്ക് എങ്ങനെയാണ് കറക്റ്റായിട്ട് വരയ്ക്കാൻ സാധിക്കുന്നത് അങ്ങനെ വരയ്ക്കുക. കണ്ടോ, ഇത്രയും വരകളായി. നമ്മൾ മിണ്ടാതിരുന്ന് വരഞ്ഞാൽ നല്ലതായിട്ട് വരയ്ക്കാൻ പറ്റും. പക്ഷേ നമ്മൾ പറയാതെ വരയ്ക്കാൻ പറ്റില്ല. പിന്നെ എനിക്കിത് ഒരു പരിധിവരെ ശീലമായി പറഞ്ഞുകൊണ്ട് വരയ്ക്കുക എന്നുള്ളത്. അതിന് കാരണം നമുക്ക് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ നമ്മൾ പ്രണയിച്ചുകൊണ്ടേയിരിക്കണം. അപ്പം നമുക്ക് പറയാനും പറ്റും. പ്രവൃത്തിയിലൊക്കെ ഒരു ശുദ്ധിയുണ്ട്, മനസ്സിൽ നിന്ന് തന്നെ വരും. കാരണം നമ്മളൊരു പുഞ്ചിരി ഉള്ളിൽ നിന്ന് വരില്ല. ചിലർ നമ്മളെ കാണുമ്പോൾ ഒന്ന് ചിരിച്ച് കാണിക്കും, നമുക്കത് കണ്ടാൽ അറിയാം. വക്രപ്പിച്ച് ചുണ്ടുമായിട്ട് ചിരിക്കുന്നവരെന്ന് പറയും. പക്ഷേ ഹൃദയത്തിൽ നിന്ന് ചുഞ്ചിരിക്കുക എന്തൊരു സൗന്ദര്യം അല്ലേ. അപ്പം അതിനൊരു സുഗന്ധമുണ്ട്, ശുദ്ധിയുണ്ട്. അപ്പോൾ വാക്കൊക്കെ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് വരണം. നമുക്ക് സകല ജീവജാലങ്ങളിലും നമ്മളെ കാണാനാവണം. നമ്മുടെ അടുത്തേക്ക് ഒരു ജീവി നടന്നു വരുന്നാൽ അതിന് വിശക്കുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാനാവണം. വഴിയരിയിൽ കാണുന്നതൊക്കെ അവർക്ക് വിങ്ങലുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാനാവണം. കാരണം നമ്മൾ വെട്ടിപ്പിടിച്ച് നമ്മളിങ്ങനെ കെട്ടിപ്പടുത്ത് ഉയർത്തി നിർത്തിയിരിക്കുന്ന ഒക്കെ ഒരു കാലത്ത് നമ്മളെ വിട്ടു പോവുകയോ അല്ലെങ്കിൽ അതിൽ നിന്നൊക്കെ നമ്മൾ വിട്ടു പോവുകയോ ചെയ്യത്തില്ലേ. ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ജീവിതത്തിൽ കൂടെ നിന്ന എൻ്റെ പ്രിയപ്പെട്ട പത്നിയൊക്കെ പോയി, അമ്മ പോയി കോവിഡ് കാലത്തൊക്കെ. അപ്പോൾ പെട്ടെന്ന് നമ്മൾ ഓർത്തത് ഒന്നും സ്ഥിരമല്ല, അത് മനസ്സിലായി. ജീവിതത്തിൽ എന്തെങ്കിലും ഒരു അല്പം അഹംഭാവം ഉണ്ടായിരുന്നില്ല, അതൊക്കെ പോയി. നമ്മൾ ഈ വരയ്ക്കുന്ന വിരലുകൾ പ്രപഞ്ചം ചലിക്കണമെന്നല്ലേ. അതുവരെ നമ്മളുള്ളു, അല്ലെങ്കിൽ നമ്മൾ പരസ്പരം കാണുമോ? ഇങ്ങനെ പോലും വരയ്ക്കാനായില്ലായിരുന്നെങ്കിൽ എനിക്ക് നിങ്ങളുടെ മുമ്പിൽ വരാൻ പറ്റുമായിരുന്നു. അപ്പോൾ നമ്മളാക്കിയതിന് പിന്നിൽ പ്രപഞ്ചത്തിൻ്റെ ആ കരങ്ങളുണ്ട് അല്ലേ. അതിനറിയുമ്പോൾ പിന്നെ നമുക്ക് അഹംഭാവമില്ല. കാരണം ഇത് നമ്മളല്ല, നമ്മളിലൂടെ ഈശ്വരൻ, പ്രപഞ്ചം അതിൻ്റെ കർത്തവ്യങ്ങളെ, കാര്യങ്ങളെ നിർവഹിക്കുന്നു എന്ന് മാത്രം അറിഞ്ഞാൽ മതി. അപ്പോൾ സ്വന്തം ഇങ്ങനെ സങ്കടങ്ങളുണ്ട്, എനിക്ക് ജീവിക്കാൻ പറ്റത്തില്ല എന്ന് കരുതുന്നവരൊക്കെ നമ്മളോട് പറയുക, ഞാൻ പറയുന്നതൊന്നും നമ്മൾ സൃഷ്ടിക്കേണ്ട, ഒക്കെ കാലത്തിന് വിട്ടുകൊടുക്കാം. അതിനുവേണ്ടി ചിന്തിക്കേണ്ട രീതികളും പലതുണ്ട് കേട്ടോ. അപ്പോൾ എങ്ങനെയെങ്കിലുമൊക്കെ വലിയ ദുഃഖങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വിളിക്കാമെന്ന് തോന്നിയാൽ എന്നെ വിളിക്കുക, നമുക്ക് സംസാരിക്കാമെന്നേ. പെയ്തൊഴിഞ്ഞു പോവാത്ത ഏത് മഴയാണ് ഇവിടെ ഉള്ളത്. എക്കാലത്തും മേഘം ഇങ്ങനെ മൂടിക്കെട്ടി കിടക്കും, ഒന്നുമില്ലെന്നേ. കാലത്തിന് നമുക്ക് വിട്ടുകൂടെ കേട്ടോ. അപ്പോൾ ഈ പടം തീർന്നു. സിമ്പിളാണ്, പറ്റാത്തവർ ഒന്നും ചെയ്തിട്ടില്ല.
ഡീറ്റെയിൽ ആണല്ലോ. ഇത് വരച്ച് നിങ്ങൾ എനിക്ക് അയച്ചു തരണം. നമുക്ക് അടുത്ത ചിത്രവുമായിട്ട് കാണാം. വീണ്ടും ഓർമ്മിപ്പിക്കുന്നു, നമ്മുടെ ക്ലാസ്സുകളിൽ റെഗുലറായിട്ട് വന്ന് പഠിക്കണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നമ്മളെ ബന്ധപ്പെടാം. ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ നമ്പർ കൊടുത്തിട്ടുണ്ട്. പിന്നെ എൻ്റെ നമ്പർ ഒന്ന് പറയാം, 9061312543. 9061312543. കണ്ടോ? പേര് സുധീർ കൃഷ്ണ. ഓക്കെ, അപ്പോൾ നമുക്ക് കാണാം. ചിത്രം വരയ്ക്കുക, അറിയിക്കുക. ഒരുപാട് ഇഷ്ടം.